നീ ഒരു വേലയടാ, ഇവൻ്റെ തല മുട്ടയടിച്ചതിന് ശേഷം പുള്ളി കുത്തി കഴുതപ്പുറത്തിരുത്തി നാട് കിടത്തു. ഇനി അതും കൂടെ ഉള്ളു ഈ പയ്യൻ എനിക്ക് ചെയ്യാൻ. ബാക്കിയെല്ലാം ചെയ്തു കഴിഞ്ഞ്. ഇതാണടാ നീ അവനെ നന്നാക്കാൻ ചെയ്യുന്ന കാര്യങ്ങൾ. അവൻ്റെ അക്കൗണ്ട് എടുത്ത് കളഞ്ഞ് അവൻ്റെ പൈസ മൊത്തം ചാരിറ്റി കൊടുക്കാമെന്ന് പറയുന്നു, മുട്ടയടിക്കാമെന്ന് പറയുന്നു. ഇനി മുതൽ അവൻ ആ റൂമില്ല. 95,000-ഓളം സബ്സ്ക്രൈബേഴ്സ് ഈ പയ്യൻ്റെ കഷ്ടപ്പാടിലാണ് പൊങ്ങി വന്നേക്കുന്നത്. അതും കൂടി ആലോചിക്കണം മിസ്റ്റർ തുപ്പി. നമ്മളിപ്പോൾ ഒരു മുട്ടുസൂചി അത് നമ്മൾ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാലും പിന്നെ അത് തിരിച്ച് ചോദിക്കുന്നത് വേറും തന്തയില്ലാത്തവരാണ് കാണിക്കുന്നത്. കമ്പി വർത്തമാനം, കളിക്കൊടുക്ക, കമ്പി വർത്തമാനം, കളി ടെലിഗ്രാമിലാണ് ചേക്കന്റെ. ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മമ്മു എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ഒളിഞ്ഞു നോക്കലും ഫോൺ കണ്ടന്റുകളും ഒക്കെ ഇങ്ങനെ തമാശയായി എന്നുള്ളത്. അതേപോലെ ഒളിഞ്ഞു നോക്കും കുളിസി. അതാ എടാ തൊപ്പി, എനിക്ക് നിൻ്റെ അടുത്ത് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിൻ്റെ കന്നന്തിരവും തെമ്മാടിത്തരവും ബാക്കിയുള്ള കുൽസിതങ്ങളും കണ്ട് വളർന്ന് പന്തലിച്ച് കൊടിമരമായി നിൽക്കുന്ന ഒരു പയ്യനാണ് ഈ മമ്മു. അപ്പോൾ ആദ്യം നീ നന്നായിട്ട് വേണം ബാക്കിയുള്ളവരെ നന്നാക്കാൻ. അപ്പോൾ തൊപ്പീൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു മിസ്റ്റേക്കാണ് ഈ പയ്യൻ ആ ഇൻ്റർവ്യൂവിൽ ഫണ്ണായിട്ട് അങ്ങ് വിളമ്പിയത്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ പയ്യൻ പറയുന്നുണ്ട് ഞാനിതൊരു ഫണ്ണായിട്ടാണ് പറഞ്ഞതെന്ന്. എൻ്റെ പൊന്നു മോനെ, നിനക്ക് കോമഡി ഏത് ട്രാജഡി ഏതെന്ന് പോലും തിരിച്ചറിയാനുള്ള കഴിവില്ലല്ലേടാ. അത് നിൻ്റെ വല്യേട്ട എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഞാൻ വല്യേട്ടനാണ്, ഞാൻ എവർക്ക് വേണ്ടിയാണ് ഞാൻ ഇതേപോലെ എങ്ങനെ ഇരുന്നങ്ങ് സംസാരിക്കുന്നതെന്നൊക്കെ വാതോരാതെ അങ്ങ് കുരവായിട്ട് തൊപ്പി പറയുന്നുണ്ട്. എന്നിട്ടാണ് ഈ കൊച്ചു ഇറങ്ങാൻ ഞാൻ ഫണ്ണാണ് പറയുന്നത്, കാല് പിടിക്കാം, സോറി, എൻ്റെ അടുത്ത് ക്ഷമിക്കണമെന്ന് കാല് പിടിച്ച് കരഞ്ഞ് മെഴുകി തറയെ കിടന്ന് ഉരുണ്ടിട്ട് പോലും തൊപ്പിയുടെ മനസ്സ് പാറക്കല്ല്, മനസ്സ് ഇളവിയിട്ടില്ല. പിടിച്ച് പുറത്താക്കുന്നത് വിട്. ഈ ചെറുക്കനെ മുച്ചോട് മുടിച്ച് കുളം തോണ്ടി തുരന്ന് വെച്ചിട്ടാണ് അവനെ പറഞ്ഞു വിട്ടേക്കുന്നത്. അതും ഇവനെ ബോഡി ഷേമിങ് വരെ ചെയ്യുന്നുണ്ട്. ഈ നാട്ടുകാരെ അവനെ കുളിസീനെന്നും മറ്റതൊക്കെ വിളിക്കുന്നത് വിട്. ഈ വല്യേട്ടൻ എന്ന് പറയുന്നത് ഇവൻ തന്നെ അവനെ പറയുന്നുണ്ടെന്ന്. എടാ തൊപ്പി, നീ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പയ്യൻ വിചാരിച്ച് വെച്ചേക്കുന്നത് ഇതേപോലെ കുളിസീനും ലൈവിൽ വന്ന് ഇതേ കണക്ക് തുണ്ടൊക്കെ കാണിക്കുന്നതും ഇതൊക്കെ മാസം എന്നും പറഞ്ഞിട്ടിരിക്കുകയാണ്. നിനക്കൊരു കാര്യം ചെയ്യായിരുന്നു, ഈ കൊച്ചു ചെറുക്കനെ കൊണ്ട് ഇവൻ അറിഞ്ഞൂടെ, നിൻ്റെയൊക്കെ കണ്ടല്ലേ വളർന്നത്. അപ്പോഴത്തേക്കും ഇവന് കോമഡി ഏത് ട്രാജഡി ഏത്, എന്തെവിടെ പറയണം, എന്തെവിടെ പറയണ്ട, എന്തെവിടെ ഉദ്ദേശിച്ചുകൂടാന്നൊക്കെ ഈ ചെറുക്കൻ അറിഞ്ഞുകൂടാ. അപ്പം നീ ചെയ്യേണ്ടത് ഒരു കൗൺസിലിംഗ് കൊടുക്കണമായിരുന്നു ഈ ചെറുക്കന്. അത് നീ ഒരു ലൈവാക്കിയിരുന്നെങ്കിൽ നിനക്ക് ഇതിനെക്കാട്ട് റീച്ച് ചിലപ്പോൾ കിട്ടിയെന്നെ. അല്ല, ഇതിനെക്കാട്ട് റീച്ച് കിട്ടൂല. അത് ശരിയാണ്, റീച്ചാണല്ലോ നമ്മളുടെയൊക്കെ ഒരു ലക്ഷ്യം. ഏത് ഈ പറയുന്ന എൻ്റെ ആയാലും അതാണല്ലോ നിൻ്റെ കണ്ടൻ്റ് എടുത്ത് ഞാൻ ഇപ്പം അങ്ങ് വിളമ്പുന്നത്. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്കത് ചെയ്യാമായിരുന്നു. അതൊന്നും ചെയ്തില്ല. തൊപ്പി ഇവിടെ ലൈവിൽ വന്നിട്ട് വലിയ മെച്യൂരിറ്റി, ഭയങ്കര മെച്യൂരിറ്റി അങ്ങ് അഭിനയിക്കണം. കേട്ടോ, നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കണക്കൊന്നും അല്ല. ഇപ്പോൾ പണ്ട് നമ്മളിങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്ക് ആൾക്കാർ നമ്മളെ കല്ലെറിയണ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ വിടുമ്പോൾ വലിയ ആൾക്കാർ 70 വയസ്സുള്ള ആൾക്കാർ വരെ നമ്മളെടുത്ത് വന്ന് കിടന്ന് ഇങ്ങനെ. അപ്പം നമ്മളിത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഇവനെ പുറത്താക്കണം. ഈ ചെറുക്കനെ പുറത്താക്കണമുണ്ടായിരുന്നെങ്കിൽ ലൈവിൽ കൊണ്ടുവന്നതിന് ശേഷം നൈസായിട്ട് അവനെ അങ്ങ് പുറത്താക്കണമായിരുന്നു. അല്ലാതെ യവനെ കൊണ്ടുവന്ന് ഇരുത്തി ഈ നാട്ടുകാരെ മുമ്പ് ഇനി പറയാനൊന്നും വെച്ചിട്ടില്ലേ ചെറുക്കൻ. യവനാണോ വല്യേട്ടനെന്നും പറഞ്ഞ് നടക്കട. വല്യേട്ടനാണ് നീ അവന്മാരെ ഒരു മുതിർന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നീ ചെയ്യേണ്ട എന്തിനാണ്? എടാ, നീ കാണിച്ച തെറ്റാണ്. നമ്മളിങ്ങനെയൊന്നും ഒരു സംഭവത്തിൽ പോയിരുന്നു പറയാൻ പാടില്ല എന്ന് അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു. അല്ലാതെ ഇതേ കണക്ക് നാട്ടുകാരെ മുമ്പ് വന്നിരുത്തിയിട്ട് അവനെ ഒരുമാതിരി ഇല്ല വേറും പട്ടിത്തീട്ടങ്ങളെ കണക്ക്. ഇവിടെ ഈ റോട്ടിൽ പോണ പട്ടിക്ക് ഇതിനെക്കാട്ടി വില കൊടുക്കുന്നുണ്ടല്ലോടാ. എന്തോന്ന് വിലയുടെ യുവമാരൊക്കെ കൊടുക്കുന്നത്. ഇതേ കണക്ക് തന്നെ ആ പയ്യന്മാർ ബാക്കി നിൽക്കുന്ന പയ്യന്മാർ അവന്മാരടുത്ത് അവൻ ചോദിക്കുന്നുണ്ട്, യുവനെ പുറത്താക്കണമെന്നുള്ളവർ കൈ പൊക്കുക. അപ്പോഴത്തേക്കും ആ കണ്ണാടി വെച്ച ഒരു പയ്യൻ കൈ പൊക്കുന്നുണ്ട്. ബാക്കി നിൽക്കുന്ന പയ്യന്മാർ ആരും കൈ പൊക്കുന്നില്ല. അപ്പോൾ അവന്മാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നുണ്ടല്ലോ, മാപ്പ് പറയുന്നുണ്ടല്ലോ, അവർ ഫണ്ണായിട്ടല്ലേ ഇത് പറയുന്നത്, നമുക്ക് വേറെ എന്തെങ്കിലും ആലോചിച്ചിട്ട് കൊടുക്കാം, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറയാൻ ഇവന്മാർ പറയുന്നുണ്ട്. പക്ഷേ തൊപ്പി വീണ്ടും പറയുന്നത്, ഇവിടെ നിനക്കൊന്നും ഒരു വോയിസ് ഇല്ലേ, നീയൊക്കെ എന്തോന്ന് പഴം വിഴുങ്ങി നിൽക്കുന്ന, നീ എന്തോന്നാ കാണിക്കുന്നത്, ഇതെന്തൊരു തൂണാ. അവന്മാർ ഓൾറെഡി ഈ തൊപ്പി എന്ന് പറയുന്ന പയ്യൻ്റെ അടുത്ത് പറയുന്നുണ്ട്, സോറി പറഞ്ഞല്ലോ, നമുക്ക് പണിഷ്മെൻറ്റ് കൊടുക്കാം, എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റ് കൊടുക്കാം, അല്ലാതെ പിടിച്ച് പുറത്താക്കേണ്ട ആവശ്യമില്ലെന്ന് അവർ തത്തിക്ക് പറയുന്നുണ്ട് അവന്മാർ, ഈ പയ്യന്മാർ. പക്ഷേ തുപ്പി എന്ന് പറയുന്ന പയ്യൻ
അവൻ ഉറച്ചു നിൽക്കണം, നീയൊക്കെ എന്തിനു വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. അവൻ വീണ്ടും തൊപ്പി വീണ്ടും പറയും, അവിടെ നീ എന്തോന്നറായി പറയുന്നത്, പിന്നെ നീയൊക്കെ വീണ്ടും സപ്പോർട്ട് ചെയ്യുന്നത് എന്ത് തന്നെ, നിങ്ങൾക്കൊരു പിന്നെ വോയിസ് ഇല്ലേ, നിങ്ങൾക്ക് പറഞ്ഞുകൂടെ, നമ്മളെങ്ങനെ ബാധിക്കുന്ന കാര്യമല്ലേ. അപ്പോൾ വീണ്ടും ഈ പയ്യന്മാരോടെ അങ്ങനെയല്ല, നമുക്ക് അവനെ പുറത്താക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു പണിഷ്മെൻറ്റ് കൊടുക്കാനല്ലേ. അപ്പോൾ വീണ്ടും തൊപ്പി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും പറയും, നിനക്കൊന്നും ഒരു വോയിസ് ഇല്ല, നീയൊക്കെ എന്തൊരു പഴം വിഴുങ്ങിയിരിക്കുന്ന. എടാ ചെറുക്ക, അവന്മാരല്ലടാ നേരത്തെ ഒരു 500 തവണ നിൻ്റെ അടുത്ത് പറഞ്ഞത് അവനെ വിടണ്ട, അവന്മാർ ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെ നീ പറഞ്ഞത് അവന്മാർ സമ്മതിച്ചിടണമെങ്കിൽ നീ അതങ്ങ് നേരത്തെ പറഞ്ഞുകൂടെ. ഞാൻ പറയുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാവരും അങ്ങ് സമ്മതിച്ചിടണമെന്ന്. എന്താന്നടേ അവനൊക്കെ. ഈ ലൈവിൽ ഒരു പയ്യൻ മെസ്സേജ് അയച്ചേക്കണം കേട്ടോ, ക്യാപ്പിച്ച് തരാം. ബ്രോ അവനൊരു ഫാദർ ഫിഗറാണ്, സോ ഗൈഡ് മേസ ഫാദർ. അതന്നെടാ ഞാൻ ചെയ്യുന്നത്, അതാണ് ഞാൻ ചെയ്യുന്നത്. എടാ ഞാൻ അല്ലെങ്കിൽ ഞാൻ പണ്ടെൻ്റെ ഉപ്പ എന്നോട് ചെയ്ത പോലെ ഞാൻ എന്തെങ്കിലും ചെയ്തപ്പോൾ അപ്പം തന്നെ എന്നെ പിടിച്ച് പുറത്താക്കി, അല്ലെങ്കിൽ എന്നോട് ഒരിക്കലും ഞാനുമായിട്ടുള്ള ബന്ധം മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തെല്ലാം സംഭവിച്ചത് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ അത്രയും ആ പയ്യൻ തൊപ്പിയെ കാണുന്ന ഒരു അച്ഛനെ കണക്കാണെന്നാണ് പറയുന്നത്. അപ്പോഴത്തേക്കും എടാ അതാണോടാ ഞാൻ അങ്ങനെ വേണ്ടി ചെയ്യുന്നത്, ഞാനവനെ പുറത്താക്കുന്നതല്ലല്ലോ. 522 തവണ തൊപ്പി പറഞ്ഞ് നീ ബാഗ് പാക്ക് ചെയ്തോ ഇറങ്ങിപ്പോവാൻ. പിന്നെ ഈ കമൻറ്റും അവിടെ നിൽക്കുന്ന പയ്യന്മാരും അവന്മാരും ഒക്കെ പറഞ്ഞതിന് ശേഷമാണ് എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് പണിഷ്മെൻറ്റ് കൊട്ടിക്കാം എന്നും പറഞ്ഞാൽ ആ പണിഷ്മെൻറ്റുകൾ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കേൾപ്പിച്ചു തരാം. എന്ന് വെച്ചാൽ അച്ഛനെ കണക്ക് കാണുന്നെന്ന് ആ പയ്യൻ, യവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഏട്ടൻ, ഞാൻ അവർക്ക് വേണ്ടി അങ്ങ് എൻ്റെ എല്ലാം ഉരിഞ്ഞ് ഞാൻ അങ്ങ് പ്രവർത്തിക്കുകയാണെന്ന് പറഞ്ഞ അവൻ ഈ ചെറുക്കനെ മുച്ചോട് മുടിക്കുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ ഇപ്പോൾ കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. ഇവന്റെ ചാനൽ എന്തായാലും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അത് അല്ല, അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ അതാണ് അപ്പോൾ ഇവൻ്റെ ചാനൽ ഡിലീറ്റ് ചെയ്യാന്ന്. അപ്പോൾ ഈ ചാനൽ ഈ പറയുന്ന ഈ പയ്യനാണ് കൊടുത്തത്, ഈ തൊപ്പിയാണ് ഈ പയ്യന് കൊടുത്തത്. 50,000 അങ്ങനെ എന്തോ ഉള്ളപ്പോഴടുത്താണ് ഇവന് ഈ മമ്മു എന്ന് പറയുന്ന പയ്യനെ കൊടുത്തത്. ആ ചാനൽ ഇപ്പോൾ 1,45,622 സബ്സ്ക്രൈബേഴ്സായി. 95,000 അടുപ്പിച്ച് ഈ പയ്യൻ്റെ ഒരു കഷ്ടപ്പാടിലാണ് അത് പൊങ്ങി വന്നത്. എന്നിട്ട് തൊപ്പിയൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്, ഞാൻ അവന് കൊടുത്ത ചാനലായതുകൊണ്ട് ഞാനങ്ങ് തിരിച്ചെടുക്കുന്നു. ആ ഒരു ലൈവിൽ നമ്മളെല്ലാവരും ഉണ്ടല്ലോ. പക്ഷേ എല്ലാവരും ഉണ്ടെങ്കിലും ആ ഒരു ചാനലിൽ വരുന്നത് MRS മമ്മു എന്ന് പറയുന്ന ഈ ചെറുക്കനെ കാണാൻ വേണ്ടിയാണ് നാട്ടുകാർ മൊത്തം വരുന്നത്. 95,000 സബ്സ്ക്രൈബേഴ്സ് ഈ പയ്യൻ്റെ കഷ്ടപ്പാടിലാണ് പൊങ്ങി വന്നേക്കുന്നത്. അതും കൂടി ആലോചിക്കണം മിസ്റ്റർ തൊപ്പി. നീ നമ്മളിപ്പോൾ ഒരു മുട്ടുസൂചി അത് നമ്മൾ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാലും പിന്നെ അത് തിരിച്ച് ചോദിക്കുന്നത് വേറും തന്തയില്ലാത്തവരാണ് കാണിക്കുന്നത്. വേറും തന്തയില്ലാത്തവരും. അനിയത്തിപ്രാവ് ഒരു സിനിമയുണ്ട് കേട്ടോ. അനിയത്തിപ്രാവിൽ ഈ കൊച്ചിൻ ഹനീഫ് എന്തോ KPCയിലുള്ളതേക്ക് ഒരു ഷോള അങ്ങനെ എന്തോ എന്തോ ഒരു സംഭവം കൊടുക്കും. എന്നിട്ട് എന്തോ വഴക്കാവുമ്പോഴത്തേക്കും ഇനി തിരിച്ചാ ആ ഒരു സീനുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. അത് എന്താ കാര്യം? എന്റെ അമ്മച്ചേ മല പോലെ വന്നത് 2 ദിവസത്തെ ഉറക്കം പോയി. ഉറക്കം നിന്റേതേ പോയുള്ളൂ. ഈ ചെറിയ കാര്യത്തിന് ഇവിടെ ആരുടെ ഉറക്കമൊന്നും പോയില്ല. പൊണ്ണത്തടിയനാണെങ്കിലും നീ ഒരു പേടിച്ചൂരിയായി പോയല്ലേ. എന്റെ ഷോളിങ്ങ പേടിച്ചൂടെ ഷോൾ അമ്മച്ചിട്ടുണ്ടാ കിടക്കുന്നു. എന്റെ ഷാള് നിന്റെ കെട്ടിയോ കൊണ്ടുകൊടു. ഇതിൻ്റെയൊക്കെ അപ്പുറത്തെ അപ്പനായിട്ട് ഒരു ഈ തൊപ്പി എന്തോന്ന് സ്വഭാവമാണ് ഇതൊക്കെ. കൊച്ചു ഉള്ളര കണക്ക്. ഇതാണ് വലിയ ഇട്ടേ ഒരു സാധനം അവന് കൊടുത്തിട്ട് ഇതെൻ്റെ ചാനലല്ലേ, ഞാനിനി അതങ്ങ് തിരിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ തന്നെയാണ് രണ്ടാമത്തെ ഇവനെ മാനസികമായിട്ട് ഇവനെ തളർത്തുന്ന ഒരു ട്രോമ ഉണ്ടായി കൊടുക്കുന്ന ഈ ഒരു സംഭവമാണ് അടുത്ത ഇപ്പോൾ കേൾപ്പിച്ചു തരാം. അല്ല ഒരു മിനിറ്റ്. ഇത് മതി, ഇതാണ് കറക്റ്റ് അല്ല കറക്റ്റ്. ഓക്കെ എന്തായാലും ഞാൻ കുളിസീൻ മമ്മ എന്ന്. അപ്പോൾ ചാനലിൻ്റെ പേര് മാറ്റി കേട്ടോ, ഡിലീറ്റ് ചെയ്തില്ല. ചാനലിൻ്റെ പേരങ്ങ് മാറ്റി, MRS ഗ്യാങ് എന്നാക്കും കേട്ടോ. എന്ത് മനസ്സാ വല്യേട്ടൻ്റെ, എന്ത് കരുതലാ വല്യേട്ടൻ്റെ, എന്ത് മെച്ചൂർഡായിട്ടാ വല്യേട്ടൻ പ്രവർത്തിക്കുന്നേ. വാവ്, അതിനൊരു കയ്യടി അർഹിക്കുന്നു താങ്കൾ. ആര് വിളിച്ചാലും കുഴപ്പമില്ല. യവനെ ഇത്രയും കാലം മറ്റേ തന്തയെ കണക്ക് നോക്കുന്നതൊന്നും
ഇക്കയെ കണക്ക് കാണുന്നത് അവൻ്റെ വായിൽ നിന്ന് തന്നെ ഈ ഒരു പോയി ചാവടാ. അടുത്ത വേറെണ്ണം കൂടെ ഉണ്ട്. ചാനലിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. ഇനി MRC കേൾക്കുന്ന ചാനലിൻ്റെ പേര് ഒഴികെ ഈ ചാനലിൽ എല്ലാവരും ലൈവ് ചെയ്തോ. ഓക്കെ, ഇത് ഇൻസ്റ്റാ അക്കൗണ്ടും കൂടി അങ്ങ് ഡിലീറ്റ് ആക്കിപ്പിച്ചാലോ? അല്ല, ഇൻസ്റ്റാ അക്കൗണ്ട് ഇവൻ തുടങ്ങിയാണല്ലോ, ഇവൻ്റെ സ്വന്തം അക്കൗണ്ട് അല്ലേ. ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഞാൻ കൊടുത്ത ചാനൽ അക്കൗണ്ട് ഞാൻ തിരിച്ചെടുത്തു. ഓ വാവ്, വീണ്ടും അർഹിക്കുന്നു ഒരു കയ്യടി. എടാ എന്നാ പിന്നെ നിനക്കൊരു കയറങ്ങ് എടുത്ത് കൊടുത്താൽ പോടാ. ചെറുക്കൻ്റെ ഒരു കയറങ്ങോട്ട് എടുത്ത് കൊടുത്തിട്ട് വരണം നീ ഇതോ അപ്പുറത്തെ റൂമിൽ പോയി തൂങ്ങിച്ചാവാൻ. ഇതാണെടാ വലിയേട്ടന്മാർ കാണിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരുത്തം വന്നിട്ട് പറയണം, നമ്മൾ കൊലപാതകം ചെയ്തിട്ട് വന്നാലോ അവൻ്റെ കൂടെ നീ. കൊലപാതകം ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ ആരാണ് നിൽക്കുന്നത്? ഇതെന്നാ ആ ചെറുക്കൻ ഫണ്ണായിട്ട് പറഞ്ഞാണെന്ന് 100 തവണ എടുത്ത് പറയല്ലേ. ആരടാ ഇവനൊക്കെ? ഈ കണ്ണാടി വെച്ച ഈ ചെറുക്കനാണെന്ന് തോന്നുന്നു ഇവനെ ഏറ്റവും കൂടുതൽ ഇതിൽ നിന്ന് പറഞ്ഞു വിട്ടോളാമായിരിക്കുന്നത്. ഇവ അങ്ങ് കഠിനമായിട്ടങ്ങ് നിൽക്കുകയാണെന്ന്. അടുത്ത ഇനി കേൾപ്പിച്ചു തരാം, വീണ്ടും ഉണ്ട് അടുത്തത്. ഇവന്റെ ബാങ്ക് ബാലൻസ് മൊത്തം ചാരിറ്റിക്ക് കൊടുക്കട്ടെ. അതെങ്ങനെയുണ്ട്? അതൊരു പണിഷ്മെന്റ് അല്ലേ? എന്റെ വീട്ടിലെ കാര്യം ആരും നമുക്ക് അവൻ്റെ വരുമാനം മൊത്തം ചാരിറ്റിക്ക് കൊടുത്താലാ. അന്നേരം ആ കണ്ണാടി വെച്ചേക്കുന്ന പയ്യൻ കണ്ടോ? അതൊരു നല്ലൊരു പണിഷ്മെൻ്റ് ആണെന്ന്. അത് അവന് ഫ്രീ ആയിട്ട് നീ കൊടുത്തതൊന്നും അല്ലല്ലോ മിസ്റ്റർ തപ്പി. ആ പയ്യൻ ഇത്രയും കാലം നിൻ്റെ കൂടെ എല്ലാ തെണ്ടിത്തരത്തിനും ഉണ്ടായിരുന്നല്ലേ. ലൈവിലൊക്കെ വന്ന് നടന്ന് നിക്കറിട്ട് കാണിക്കാനും നിക്കർ ഊരി കാണിക്കാനും അങ്ങനെയൊക്കെയുള്ള സംഭവത്തിനൊക്കെ ഉണ്ടായിരുന്നല്ലേ. അതിന് കൊടുത്തൊരു ശമ്പളമാണല്ലോ അത്. അപ്പോൾ എന്താ അർഹത ഇരിക്കുന്നത് നിനക്കത് ചാരിറ്റിക്ക് കൊടുക്കാനുള്ള? ഇല്ല, എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുന്നതാണ്. ഞാൻ അതിനും നീ ഇനി പറയുമല്ലോ ഇനിയിപ്പോൾ ഞാൻ കൊടുത്ത ശമ്പളം ഞാൻ അങ്ങ് തിരിച്ചെടുത്തു അതുകൊണ്ടാണ്. നല്ലത് തന്നെയല്ലടാ അത്. ഇത് എന്തോന്നടി ഇതൊക്കെ? ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ നടക്കുന്നതാണ്. ഇതുകൊണ്ടാണ് ഈ നാട്ടുകാർ മൊത്തം പറയുന്നത് സ്ക്രിപ്റ്റാണെന്ന്. ഈ വല്യേട്ടൻ്റെ ഓരോരോ കാര്യങ്ങളെ അയ്യോ വിവരമില്ലാത്ത കുറേ വാണങ്ങൾ. അടുത്തത് വേറൊരു ഐറ്റം സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഹെയർ കട്ട് ലൈവ് എന്ന് പറഞ്ഞിട്ട് മൊട്ടയടിപ്പിക്കണോ? ബോഡി ബിൽഡർ. ഇതെന്തോന്നടേ ഇത്? ദുർഗണ പരിപാടച്ചാലേടേ. നീ ഒരു വേലയടാ, ഇവൻ്റെ തല മൊട്ടയടിച്ചതിന് ശേഷം പുള്ളി കുത്തി കഴുതപ്പുറത്തിരുത്തി നാട് കിടത്ത്. ഇനി അതും കൂടെ ഉള്ളു ഈ പയ്യൻ ഇനി ചെയ്യാൻ. ബാക്കിയെല്ലാം ചെയ്തു കഴിഞ്ഞ്. ഇതാണടാ നീ അവനെ നന്നാക്കാൻ ചെയ്യുന്ന കാര്യങ്ങൾ. അവൻ്റെ അക്കൗണ്ട് എടുത്ത് കളഞ്ഞ് അവൻ്റെ പൈസ മൊത്തം ചാരിറ്റി കൊടുക്കാമെന്ന് പറയുന്നു, മുട്ടയടിക്കാമെന്ന് പറയുന്നു. ഇനി മുതൽ അവൻ ആ റൂമില്ല. അതും പറയുന്നുണ്ട്, ഇനി അവന് റൂമില്ല. പിന്നെ ആ വീട് ഇനി മൊത്തം ക്ലീൻ ചെയ്യേണ്ടവനാണ്. എടാ ജയിലിൽ ഇതിനെക്കാട്ടി സ്വാതന്ത്ര്യം ഉണ്ടടാ. അവന്മാർക്ക് ഒരു ജോലി ചെയ്താൽ മാത്രം മതി. ഇനി ആ വീട്ടിലെ അടിമയാണ്. അടിമ കണ്ണാണ് ഈ മോനെ നീ. ഇനി ഇത്രയും കാലം അവൻ്റെ കൂടെ വന്ന ആ പയ്യനെ ആടാ പടാലിനെ എടുത്തങ്ങ് തലയ്ക്കൊഴിഞ്ഞങ്ങ് കളഞ്ഞ്. അവൻ്റെ ചാനൽ ഏതാ മാനേജ്മെൻ്റൊക്കെ നോക്കുന്നൊക്കെയാണ് പണയുന്നത്. അപ്പം അവൻ്റെ ചാനലല്ലേ ഇത്? എന്തിരി പിന്നെ നീ ഇത് ആരാ ചാനൽ? 56,000 പേരാ ചാനലാടാ ഇത്. അവന് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമില്ല ഈ തൊപ്പി എന്ന് പറഞ്ഞ പയ്യന്. എല്ലാം അഭിപ്രായങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കണം. നമുക്ക് ചെയ്യാം, നമുക്കങ്ങ് അതൊക്കെ ചെയ്താലേ. എന്നാൽ പിന്നെ വേണ്ട. അത് കണക്ക് തന്നെ ആരെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും നല്ലൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അതാണോ നീ അങ്ങനെ ഇപ്പോൾ ചെയ്യണ്ട. എന്തൊരു ഈഗോ ഉള്ള മനുഷ്യനാണ് അവൻ. ബാക്കിയുള്ള പയ്യന്മാരോട് ചോദിക്കും, അങ്ങനെ ചെയ്യാം, പയ്യന്മാരൊന്നും ചെയ്യണ്ട. അത് ചെയ്താ ഞാൻ പണയുന്ന കേട്ടാൽ മതി. എങ്കിൽ പിന്നെ നിനക്ക് ആദ്യമേ പണഞ്ഞുകൂടി നീയൊക്കെ ഇത് തന്നെ ചെയ്യണം, അങ്ങോട്ട് പണയും, അതങ്ങ് ചെയ്താൽ മതി എന്ന്. പിന്നെ എന്തിനാണ് അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്നത്? പോടാ ഇറങ്ങി. ഇനി നന്മമരമായ നമ്മുടെ മെച്യൂരിറ്റി അങ്ങ് വളർന്ന് പന്തലിച്ച തൊപ്പി ഈ പയ്യനെ ബോഡി ഷെയ്മിങ് ചെയ്യുന്നൊരു ഐറ്റം സാധനം ഗ്യാപ്പിച്ചു തരാം. ബോഡി ബിൽഡർ ഇവനാ. ഈ വീപ്പക്കുറ്റി ടാങ്കർ ലോറിയാ നടന്ന് തന്നെ എന്തോന്നാണ് ഈ പറയുന്ന പയ്യൻ? ബീപ്പക്കുറ്റി ടാങ്കർ ലോറിയാന്ന്. വല്യേട്ടോ, ഇപ്പോൾ താങ്കൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ. ആ പയ്യനെ കൊണ്ട് വല്ല കൗൺസിലിങ്ങും ചെയ്യടേ. അവന് പറഞ്ഞ് മനസ്സിലായിക്കൂടെ ഇത് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിലിരുന്ന് ഇതേപോലത്തെ സാമാനങ്ങളൊന്ന് ചെയ്തുവിടാന്ന്. അല്ല പ്ലാറ്റ്ഫോമിൽ മാത്രമല്ല ജീവിതത്തിലും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ചെയ്തുവിടാന്ന്. വന്ന് കിടന്ന് പിന്നെ അങ്ങ് അവനങ്ങ് ആക്ഷേപിച്ച് അങ്ങ് പരിഹസിച്ച് കുളം തോണ്ടി അവനെ കുത്തോളം എടുത്ത് അങ്ങ് വിടാൻ അറിയാം അവന്. അവൻ ഈ ഒരു സാമാനം ചെയ്യാൻ അറിഞ്ഞൂടാ.
ബോർഡിങ്ങിലാക്കണം, അവനിനി സ്കൂളിൽ വിടാം, അവൻ്റെ അവൻ്റെ വരുമാനത്തിലാണ് കഴിയുന്നതെന്ന് അതിലൊരു ചെറുക്കം പണയുന്നുണ്ട്. അതൊന്നും അവൻ ഞാൻ അവനെ പുറത്താക്കും എന്ന് പറഞ്ഞാൽ പുറത്താക്കും. അവൻ്റെ തെറ്റവൻ മനസ്സിലാക്കി അവനത് കാല് പിടിച്ച് മാപ്പ് പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് അപ്പം അത് സ്ക്രിപ്റ്റ്, ദേവന്മാരെ മുണഞ്ഞ സ്ക്രിപ്റ്റ്. നിങ്ങൾക്ക് എന്താ പ്രാന്താണോ? നാളെ ഇവനെ പുറത്താക്കിയിട്ട് എന്തേലും പറ്റിയാൽ നിങ്ങളുടെ തലയിൽ വരും. അപ്പോ ഒരു മിനിറ്റ് വായിക്കട്ട. അപ്പൊ ഈ തൈര് വർത്താനം പറഞ്ഞ ആരും ഉണ്ടാവില്ല. അവിടെ മോനെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ പറഞ്ഞ ഇവന് വേണ്ട, ഇവൻ ഇതെങ്കിലും കൊടുക്കണോടാ. ഒരു ഡോസ് കൊടുത്താൽ ഇവൻ നന്നാവും. അതിന് മറുപടി ഇല്ല. അങ്ങ് കുടിച്ചങ്ങ് ഇറക്കിയാണ്. അതിന് മറുപടി ഇല്ല അവന്. ഇവന് ഈ ഇതേ കണക്ക് വന്ന് കണ്ണ ഇങ്ങനെയൊക്കെ പറയാൻ അറിയാവുള്ളൂ. അല്ലാതെ ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറയൂല, അതൊന്നും ഞാൻ പറയൂലെന്ന്. എന്തൊരു സ്ക്രിപ്റ്റ് ആവട്ടെ. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കുറച്ച് നാളത്തേക്ക്. അപ്പോൾ ശരി എന്നാ പോണം കേട്ടോ. ശരി പറയുന്ന കണക്ക് ഇതേപോലെ കൊണ്ട് ചെയ്യടേ. അപ്പോൾ ശരി എന്നാ പോണം കേട്ടോ.